ദൈവം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം എന്നെയും സഹായിച്ചു. നമുക്കൊന്നിച്ച് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഒരു ചിന്തയിൽ നമുക്ക് ആയിരിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ചിന്തയിലേക്ക് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപസമാധാനം നമ്മളെല്ലാവരും കൂടി ഇരിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം നിങ്ങളായിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ പ്രവർത്തിക്കുക എന്നതാണ്. അതിന് ആസ്പദമായിട്ടുള്ള വേദഭാഗം എടുത്തിരിക്കുന്നത് അപ്പോസ്തലൻ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളാണ്. അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരൻ ഇടർച്ചയോ തടങ്ങളോ വയ്ക്കാതിരിക്കാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. അപ്പോൾ നാം മനസ്സിലാക്കുന്നത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നാം എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ കടമ എന്താണ്, നമ്മുടെ ജോലി എന്താണ്, നാം ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. നാം പ്രവർത്തിക്കുന്നത് ഏത് മേഖലയിലായിരുന്നാലും, അത് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് സുവിശേഷവിലായിക്കോട്ടെ, മറ്റ് സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, പൊതു രംഗത്തുള്ള പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, അങ്ങനെ എന്ത് പ്രവർത്തനങ്ങളായാലും നമ്മളെ ആക്കിയിരിക്കുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ദേശത്ത് അല്ലെങ്കിൽ ആ ഒരു ഇടത്തിൽ നാം തീർച്ചയായും ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ പ്രവർത്തിക്കുമെന്നാണ് നമ്മളെ ഇന്ന് ഉത്ബോധിപ്പിക്കുന്നത്. അപ്പോൾ നാം എവിടെയായിരുന്നാലും ആ പ്രവർത്തനത്തിൽ നാം വിശ്വസ്തയോടെ പ്രവർത്തിക്കുക. ആ വിശ്വസ്തയോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നാം മറ്റൊരുത്തരെ നോക്കി അല്ല പ്രവർത്തിക്കുന്നത്, മറ്റുള്ളവരെ നാം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ നോക്കി വിലയിരുത്തിയിട്ടല്ല നാം അത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോരായ്മകളെ കണ്ടുപിടിച്ചിട്ട് നാം അതിനെക്കുറിച്ച് സംസാരിക്കുവാനോ മറ്റുള്ളവരെ വിമർശിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കുവാനോ നമ്മൾ ഒരിക്കലും യോഗ്യരല്ല. നമുക്കതിനുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അധികാരം ദൈവത്തിൽ വചനത്താൽ നൽകപ്പെട്ടിട്ടില്ല. കാരണം നാം വിധിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ വചനം പറയുന്നത് നാം ന്യായപ്രമാണത്തെ വിധിക്കുക എത്ര ചെയ്യുന്നു. അതുകൊണ്ട് നാം ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കുകയോ മറ്റുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയോ അതിലെ കുറവുകളെ നമ്മൾ എടുത്ത് പറയുകയോ മറ്റുള്ളവരെ അത് മുഖാന്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ അല്ലെങ്കിൽ അവരെ പിന്മാറ്റുകയോ ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മുടെ ഉത്തരവാദിത്വം പറയുന്നത് എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം, എന്താണ് നമ്മുടെ ജോലി. ആ ജോലിയിൽ നാം വിശ്വസ്തയുള്ളവരായിരിക്കുക. കാരണം നാം അത് മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എന്ത് ചെയ്യണം എന്ന ശരിയായ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിൽ ഞാൻ വളരെ വിശ്വസ്തയോടെ അത് ചെയ്യുക എന്നതാണ്. കാരണം നമ്മുടെ പ്രയത്നം എന്ന് പറയുന്നത്, നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ മാത്രം കഴിവല്ല, അല്ലെങ്കിൽ നമ്മുടെ കഴിവല്ല, നമ്മുടെ മാത്രമല്ല നമ്മുടെ കഴിവല്ല. കാരണം മറ്റൊന്നുമല്ല, പ്രവർത്തിക്കാനുള്ള കഴിവ് നമുക്ക് തരുന്നത് ദൈവമാണ്. അതിനുള്ള ബുദ്ധി, അതിനുള്ള ആലോചന, അതിനുള്ള ആരോഗ്യം, അതിനുള്ള കഴിവ് ഒക്കെ തരുന്നത് ദൈവമാണ്. കാരണം നമുക്കൊന്നും സ്വന്തമായി സൃഷ്ടിക്കാൻ കഴിയില്ല, നമുക്കൊന്നും സ്വന്തമായി കണ്ടുപിടിക്കാൻ കഴിയില്ല, നമുക്ക് സ്വന്തമായി മറ്റൊരു കാര്യവും ഞാൻ ചെയ്തു, ഞാൻ നേടി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരുമ്പോൾ, നമുക്ക് ആശയങ്ങൾ തരുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് അത് മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ നമ്മൾ അത് കാണിച്ചു തരുവാനും അത് നമുക്ക് പ്രവർത്തിക്കുവാനും കഴിയും. അതുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ എന്തു തന്നെയായിരുന്നാലും നാം അത് പ്രവർത്തിക്കുമ്പോൾ, നാം വിശ്വസ്തയോടെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുകയും അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ആ ആയിരിക്കുന്ന പ്രവൃത്തിയിൽ വളരെ ആത്മാർത്ഥത പ്രവർത്തിക്കുവാനുള്ള കൃപ അതിനുള്ള സഹായം ദൈവം നൽകി തരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഴിവുകൾക്ക് വേണ്ടി നമ്മുടെ പ്രവർത്തിക്കാനുള്ള കഴിവിന് വേണ്ടി നാം ദൈവത്തോട് നന്ദി പറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം കാരണം നമുക്ക് പ്രവർത്തിക്കാനുള്ള താലന്ത് തരുന്ന ദൈവമാണ്. അപ്പം ആ താലന്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ത് വിധത്തിലാണ്, അത് എത്രമാത്രം ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ താലന്ത് നാം ദൈവ മഹത്വത്തിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് നമ്മൾ വിനിയോഗിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രവൃത്തി വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്ന്. അവിടെ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ വളരെ വിശ്വസ്തയോടെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ഉത്സാഹത്തോടെ തൻ്റെ പ്രവൃത്തികൾ വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തൻ്റെ പ്രവൃത്തി എന്തായിരുന്നാലും അത് ഒരു രാജ്യഭരണമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു പിയൂണിൻ്റെ ജോലി ആയിക്കൊള്ളട്ടെ, അത് വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ പ്രവൃത്തിയിൽ നാം എത്രമാത്രം വിശ്വസ്തരാണെന്ന് ദൈവം നോക്കുന്നത്. നാം എത്ര നാൾ പ്രവർത്തിച്ചു എന്നുള്ളതല്ല, നാം എത്രമാത്രം വിശ്വസ്തയോടെ പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആ വിശ്വസ്തതയാണ് തീർച്ചയായും ദൈവം നമ്മളെന്ന് ആഗ്രഹിക്കുന്നതും. അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ പ്രയോജനം ആർക്കാണ് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സമൂഹത്താണ് ലഭിക്കേണ്ടത്, അത് പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ നാം വിശ്വസ്തയോടെ ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നാം തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകുന്ന ആ താലന്തുകളും കഴിവും
നാം ശരിയായിട്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയില്ല. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാത്തവരാണ് പലപ്പോഴും പരാതികൾ പറയുകയും അല്ലെങ്കിൽ അസംതൃപ്തി രേഖപ്പെടുത്തുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ തനിക്ക് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ തനിക്ക് അത് ലഭിച്ചില്ല, എനിക്കിത് ലഭിച്ചില്ല, എനിക്ക് അങ്ങനെ സഹായം ലഭിച്ചില്ല, അല്ലെങ്കിൽ എന്നെ വ്യക്തി പ്രോത്സാഹിപ്പിച്ചില്ല എന്നൊക്കെ പലപ്പോഴും പരാതി പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ച താലന്ത് നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയാത്തവരാണ് അതുപോലെയുള്ള പരാതികൾ പറയുന്നത് എന്നിവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉള്ള സമയങ്ങളും അവസരങ്ങളും കഴിവിനും നമ്മൾ പാഴാക്കി കളയരുത്. അങ്ങനെ പാഴാക്കി കളയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വീണ്ടും പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ വരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഹിഷ്ണുതയോടെ, ഏറ്റവും സ്ഥിരമായ സഹിഷ്ണുതയോടെ നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എതിരെ വന്നാലും, നമ്മുടെ പ്രവർത്തനങ്ങളിടയിൽ വന്നാലും അതൊന്നും നമ്മളെ തടസ്സപ്പെടുത്താതെ, അത് നമ്മളെ അലോരസപ്പെടുത്താതെ നമ്മൾ എന്താണ് ചെയ്തു തീർക്കേണ്ടത് ആ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളോട് ഈ ചിന്ത പങ്കുവയ്ക്കുന്നത് നമ്മളായിരിക്കുന്ന ജോലി സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന ആ സ്ഥാനത്ത് നാം വിശ്വസ്തയോടെ നമ്മുടെ ജോലി ചെയ്യുക. അത് വിശ്വസ്തയുള്ളതായിരിക്കണം. അപ്പോൾ ആ വിശ്വസ്തത ദൈവം കാണുകയും ആ പ്രവർത്തിയിൽ തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം, കൂടുതൽ അവസരങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ കഴിവിനെ കുറെ കൂടി പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം അത് നമ്മൾ സഹായിക്കും. അതിനുള്ള കഴിവ് ദൈവം നമുക്ക് തരും. അതുകൊണ്ട് തീർച്ചയായും ഒരു പ്രവൃത്തിയും കലഹമോ പിറുപിറുപ്പോ അല്ലെങ്കിൽ നമുക്ക് പരാതിയോ ഇല്ലാതെ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, അല്ലെങ്കിൽ കൂടുതൽ ആത്മാഭിമാനത്തോടെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ചുറ്റുപാടുകളെ നോക്കാതെ, മറ്റുള്ളവരെ നോക്കാതെ, ദൈവം എനിക്ക് എന്ത് തന്നു, അതിനുള്ള എത്ര കഴിവ് എനിക്ക് ദൈവം തന്നു എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ആ കഴിവിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് കൂടുതൽ കഴിവ് തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലയിൽ വിശ്വസ്തയോടെ പ്രവർത്തിപ്പാൻ ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ. അത് നമ്മുടെ ഭവനങ്ങളായിക്കോട്ടെ, എവിടെ അങ്ങനെ പ്രവർത്തിപ്പാൻ ദൈവം നമ്മൾ ഓരോരുത്തരും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്തയെ അവസാനിപ്പിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അടിയങ്ങൾ കേട്ടതുപോലെ അടിയങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടെ പ്രവർത്തിപ്പാൻ ദൈവം നൽകിയിട്ടുള്ള താലന്തുകളെ അടിയങ്ങൾ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ഏത് പ്രവൃത്തിയിലും വിശ്വസ്ത കാത്തു പരിപാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവം അടിയങ്ങളെ കാണുന്ന കർത്താവെ വ്യക്തികളാവുന്ന അടിയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അടിയങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ കൺമുൻപിൽ അത് ഏറ്റവും പൂർണ്ണമായിട്ട് ഗ്രഹിക്കുന്നതും മനസ്സിലാവുന്നതുമാണ് എന്ന് അടിയങ്ങൾ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ നോക്കാതെ, മറ്റു പ്രയാസങ്ങളില്ലാതെ, അല്ലെങ്കിൽ പരാതികളില്ലാതെ, പരിവേദനകളില്ലാതെ അടിയങ്ങൾ പ്രവർത്തിപ്പാൻ, അടിയങ്ങളുടെ പ്രവർത്തനങ്ങൾ വിശ്വസ്തയുടെ അടിയങ്ങൾ കാര്യപ്പാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരോടും സഹായിക്കണം. അവിടുത്തെ കൃപയിൽ കർത്താവ് അടിയങ്ങളെ ശക്തിയിരിക്കും, ബലപ്പെടുത്തുകയും ചെയ്യണം. അടിയങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. മാനവത്തെ കർത്താവ് നേടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൃപ നല്ല ദൈവമേ, ആമേൻ.